പക്ഷെ നായിന്റെ മോനെ അന്റെ തന്ത അല്ലട എന്റെ തന്ത വിചാരിച്ച നായിന്റെ മോനെ ഇന്റെ മുട്ടുകാലം വറക്കൂല നായിന്റെ മോനെ നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ ഊക്കാൻ വന്ന നായിന്റെ മോനെ അടിച്ചിട മൂന്നര പല്ല് ഞാൻ കൊയ്ക്കും. കണ്ടല്ലോ എന്തിനാണ് നമ്മുടെ ഷാനവാസിച്ച തൊപ്പിയെ തെറി വിളിച്ചത് എന്നല്ലേ? പറഞ്ഞു തരാം. ഭയങ്കര കഥയാണ് ഇതൊക്കെ. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ. എറണാകുളത്ത് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം താരം റീൽസ് താരം മെഹറുമായിട്ട് ഇവര് 2-3 പേര് കൂടിക്കാഴ്ച ഉണ്ടായി. കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുമല്ലോ. അതുപോലെ മെഹറിനെ കണ്ടപ്പോൾ ഇവർ ഭയങ്കര എന്താ പറയുക ഭയങ്കര പരിചയമുള്ള ആളുകളെ മാതിരിയാണ്ട് ഇടിച്ചു കയറാൻ പിന്നെ ഇവർ മോശമല്ലല്ലോ. ആരൊക്കെ? നമ്മുടെ ഷാനവാസിച്ച, പാണ്ടിക്കാട് കുഞ്ഞാന്, നീലക്കുയിലിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നീലക്കുയിൽ ചാനല് ലോകത്ത് മൊത്തം വ്യാപിച്ചെടുക്കുകയാണ്. എങ്ങനെ പുള്ളിക്കാരന് ഇത്ര തോന്നെ വീഡിയോസ് എല്ലാ സമയത്തും കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. 10 ഇടങ്ങളിൽ ഫങ്ഷൻസ് സെലിബ്രിറ്റീസിന്റെ നടക്കുന്നുണ്ടെങ്കിൽ 10 ഇടങ്ങളിലും നീലക്കുയിലുണ്ടാവും. ആ വീഡിയോ പുള്ളിക്കാരന് കിട്ടും ചെയ്യും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നീലക്കുയിൽ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ചിട്ട്. ഞാൻ അതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല. അപ്പോ ഇടിച്ചു കയറി സംസാരിച്ച സമയത്ത് ഈ നമ്മുടെ ഷാനവാസിച്ച മെഹറിനോട് സംസാരിച്ചുകൊണ്ടതിന്റെ ഇടയ്ക്ക് ലവ് അഫെയർ ഒക്കെ എന്തായി, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, അത് പഴയതൊക്കെ കഴിഞ്ഞു, പുതിയതിപ്പോ തൊപ്പിയുമായിട്ടാണല്ലോ പിന്നെ റിലേഷൻഷിപ്പ്. അപ്പൊ അതുകൊണ്ട് തൊപ്പിയുമായിട്ടുള്ള കല്യാണം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ 1 പവൻ സ്വർണം അത് ഗോൾഡ് ഓഫർ ചെയ്തു. തൊപ്പിനായിട്ട് ഒരു കാലത്തോളം കല്യാണം ഉണ്ടെങ്കിൽ 1 പവൻ ഞാൻ കൊടുക്കും. എന്ത് വേണം? ആ 1 പവന് വേണ്ടി തൊപ്പി നമ്മൾ കല്യാണം കഴിക്കണം. മെഹറിനാകെ അന്തം വിട്ടു. എന്താ ഇയാളീ പറയുന്നത് എന്നുള്ള കാര്യം. ആ മെഹറിന്റെ മുഖത്ത് ആ ഒരു ഭാവവ്യത്യാസം നമുക്ക് കാണാം ആ വീഡിയോയില്. ഓക്കെ. അങ്ങനെ അത് സിമ്പിളായിട്ട് പോയി. ഇവര് എന്തൊക്കെ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഹറിന്റെ പാട്ടിന് പോയി. ഇച്ചും കൂട്ടരും ഇച്ചന്റെ പാട്ടിനും പോയി. ആ പോകുന്ന സമയത്ത് വീണ്ടും പറയുന്നുണ്ട് ജീപ്പിൽ ഇരുന്നിട്ട് ഞാൻ 1 പവനാണ് ഓഫർ ചെയ്യുന്നത് കേട്ടോ. സംഭവം 1 പവൻ ഇന്നത്തെ കാലത്ത് 10-75 രൂപ വിലയൊക്കെ ഉണ്ട്. കാശുള്ളവർക്ക് എന്തോ ആവല്ലോ അല്ലേ. പിന്നെ അതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ രത്ന ചുരുക്കം കഥയുടെ. അപ്പോ തൊപ്പിക്ക് അത് ഭയങ്കര ഇൻസൾട്ടായി. ഈ ഷാനവാസിച്ച ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ ഇച്ചാന്ന് വിളിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത്തിരി ബഹുമാനം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ഷാനവാസ് എന്ന് വിളിക്കേണ്ട പ്രായമുള്ളൂ, അത് വേറെ വശം. അങ്ങനെ തൊപ്പിയുടെ ലൈവ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ, വേൾഡ് വൈഡാ. അത്രയേറെ ആരാധകരുണ്ട് ഈ തൊപ്പിക്ക്. അതുകൊണ്ട് തൊപ്പിയെ കുറിച്ച് നമ്മളൊന്നും പറയാൻ ആളല്ല. നമ്മുടെ ഈ കുഞ്ഞു ചാനലിലൂടെ നമ്മൾ ഈ വിഷയത്തെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ തൊപ്പിയുടെ ലൈവ് സ്ട്രീമിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അത് ഭയങ്കര ഇൻസൾട്ടായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തു തോന്നുന്നു. കാരണം അത്ര ആരാധകരുള്ള ആളാണ് നമ്മുടെ ഈ തൊപ്പി. പുള്ളിയുടെ ലൈവ് സ്ട്രീമിൽ പുള്ളി തന്തയില്ലാത്ത പരിപാടി കാണിക്കരുത് എന്നുള്ളൊരു വാക്കൊക്കെ ഉപയോഗിച്ചു. ഇവർ ഈ മെഹറിനുമായിട്ടുള്ള ഈ സംസാരം ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി. കാര്യം പറത്തി ഇയാൾ ഇത്രയും തെറി വിളിച്ചിട്ട് ഒരക്ഷരം ഞാൻ അങ്ങോട്ട് തെറി വിളിച്ച ഞാൻ നീലക്കുയിലൊരു തന്തയില്ലാത്തവനാ. നീലക്കുയിലിനെ കൂട്ട പിടിച്ചിട്ട് കണ്ട വയ്യപ്പോന്ന പെമ്പിള്ളാർ ശല്യം ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ തന്തയില്ലാത്തവരും ചെയ്തെന്ന് മാത്രമേ ഞാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒറ്റ തെറി വിളിച്ച. നിങ്ങൾ ശ്രദ്ധിച്ച ഓൾഡ് തൊപ്പിയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ലൈവ് സ്ട്രീം കഴിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഇച്ചക്കും കൂട്ടർക്കും ഇത് നന്നായിട്ട് കൊണ്ടു. ഈ തൊപ്പിക്ക് പണ്ട് മുതലേ പറ്റില്ല പാണ്ടിക്കാട് കുഞ്ഞാനെ. നമ്മുടെ കുഞ്ഞാങ്കാക്കണ്ടല്ലോ, പണ്ട് മുതലേ തൊപ്പിക്ക് പറ്റില്ല. അപ്പൊ ആ കൂട്ടത്തിൽ അന്ന് പാണ്ടിക്കാട് കുഞ്ഞാനും നീലക്കുയിലും അങ്ങനെ ആ ഒരു ടീം, അവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്, യൂട്യൂബേഴ്സ് തന്നെയാണ്. അങ്ങനെ ലൈവ് സ്ട്രീം കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചാന്റെ ഒരു കലാപ്രകടനമായിരുന്നു. ആരുടെ? നമ്മുടെ ഷാനവാസ് ഷാ എന്ന് പറഞ്ഞ ചാനൽ നടത്തുന്ന ആളുടെ. പുള്ളിക്കാരന്റെ താർ എന്ന വണ്ടിയുടെ ആ ഒരു ഭാഗത്ത് റീൽസ് എടുക്കുന്ന പോലെ നിന്നിട്ട് ആ വണ്ടിമ പോത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണ് പോത്ത് എന്ന് എഴുതിക്കുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ പോത്തായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇതിൽ തൊപ്പിനെ ശരിക്കും പറയാൻ കുറ്റം പറയാനില്ല. തൊപ്പി മാന്യമായ രീതിയിൽ പ്രതികരിച്ചു. ഒരു 35,000 പ്രാവശ്യം ഈ ഷാനവാസ് പുള്ളിക്കാരന്റെ ചാനലിലൂടെ തൊപ്പിക്കെതിരായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ കാണിച്ചു തരാം. തൊപ്പിയെ, ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ്.
എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത്. ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത്. പക്ഷേ എനിക്കത് ഇത്രത്തോളം ഒരു ഫീലാവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലടാ. പക്ഷെ നായിൻ്റെ മോനെ, എൻ്റെ തന്ത അല്ലട എൻ്റെ തന്ത മോനെ, ഇതെന്താ വിചാരിച്ച നായിൻ്റെ മോനെ, ഇൻ്റെ മുട്ടുകാലം വറക്കൂല നായിൻ്റെ മോനെ, നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ ഊക്കാൻ വന്ന നായിൻ്റെ മോനെ, അടിച്ചിട മൂന്നര പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ലട നായെ. പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു, അത് ഈ ഷാജാൻ സഹിക്കൂല മോനെ. എൻ്റെ ബാക്കിലുള്ള നഴ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജെന്താടാ നായ വിചാരിച്ചത് ഞാൻ കിടന്ന് വിറക്കുന്നോ? ഒന്ന് പോടാ നായെ, അടിച്ചിടന്നെ മൂന്നനെ ചെയ്യിപ്പിക്കാൻ പറ്റും നായിൻ്റെ മോനെ. ഇജി കളിക്കണ്ട മോനെ, ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി. ഇജെന്താണ് നായിൻ്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? കള്ള നായെ, എൻ്റെ തള്ളിയും തന്തി എന്നെ ഒഴിവാക്കിയതാ നായെ. ഇന്ന് എൻ്റെ വാപ്പാനെ വിളിച്ചു, നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുവോ? നിങ്ങൾ കമന്റ് ഇടാ, നിങ്ങൾ കമന്റ് ഇടി. ഏത് കണ്ടിട്ടേ ഈ മുട്ടുകാല് പറക്കൂല നായിൻ്റെ മോൻ തൊപ്പി അടിച്ചിട്ട് എന്നെ മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും നായ. എത്ര തവണയാണ് തന്തയ്ക്ക് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം അത്രയേറെ മോശമായിട്ട് അയാളുടെ ചാനലിലൂടെ അത് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് പിന്നെ കൂടുതൽ സംഭവ വികാസങ്ങളിലേക്കാണ് പിന്നെ കടന്നുപോയത്. ഇപ്പുറത്ത് വെല്ലുവിളി, അപ്പുറത്ത് തൊപ്പിയുടെ ടീമും അവരും വെല്ലുവിളി. അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അവസാനം ഇതുവരെ ആയിട്ടില്ല. ഇവന്മാര് ഈ പെണ്ണുങ്ങളെ സ്വഭാവം, ഇവൻ ട്രാൻസ് ആണെന്ന് സംശയമുണ്ട്. ഇവൻ ട്രാൻസ് ഞാൻ കാര്യം പറഞ്ഞു. ഇവര് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കുഞ്ഞാനും ഷാജാനും തമ്മിൽ എന്തോ ഒരു ട്രാൻസ് ബന്ധമുണ്ട്. കാര്യം ഇവർ തമ്മിൽ എന്തോ അങ്ങനത്തെ ഒരു ഇതുണ്ട്, മനസ്സിലാ? അവര് അങ്ങനെ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് അത് എന്തൊരു ആണും പെണ്ണും കെട്ട പരിപാടി അവര് ചെയ്തത്. ഇവന്മാര് പുറത്തെവിടെ ഉണ്ടായിരുന്നോ? നമ്മള് ജിമ്മിൽ പോണത് കണ്ടിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ മുഴുവൻ ജിമ്മിൽ പോയി 5 മിനിറ്റ് കഴിയുമ്പോ കോൾ പുള്ളിയാണിച്ചാലോ ഷാനവാസ് ആണിച്ചാലോ ഈ പ്രശ്നത്തെ ലഘൂകരിച്ച് വിടാനും താല്പര്യമില്ല. പുള്ളി ഇവിടെ പറയുന്നു ഇവരുടെ ചാനലിൽ, അവിടെ പറയുന്നു അവരുടെ ചാനലിൽ. ഞാൻ പൊട്ടിത്തെറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു മോശപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോളി മക്കളെ. പക്ഷെ എന്റെ വാപ്പാനെ വിളിച്ച തൊപ്പി കളച്ച വാരത്തേക്ക് ഞാൻ വരും ചോദിച്ചും. ഓന്റെ വീട്ടിലും വരും. ഓൻ വിളിക്കണ സമയത്ത് ഓന്റെ വീട്ടിലും ഞാൻ വരും. ഞാൻ പറഞ്ഞില്ലേ എന്ത് ഉദ്ഘാടനത്തിനുമാണ് നമ്മൾ വരും. നമ്മൾ വരും എന്നാണ് വരും. ഒരു സംശയം ഉണ്ടാവില്ല. മനസ്സിലായോ? എനിക്ക് കൂടുതൽ പടൊന്നും വേണ്ട. നെഞ്ചും പിരിച്ച ആണുങ്ങളെ മുന്നിൽ ഞാൻ നോക്കും. എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ മരണപ്പെട്ടാലും നോ സീൻ. മനസ്സിലായോ? മനസ്സിലായിക്കോ തൊപ്പിയ കളി ചിന്നോട് കളി. അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവം ഇതിൽ മെഹറിൻ അവളുടെ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടോളൂ. 2-3 ദിവസമായിട്ട് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. തൊപ്പിയും ഷാജഹാനും തമ്മിലുള്ള ഇഷ്യൂ. എന്റെ വീഡിയോസിന്റെ താഴെ അടക്കം വന്ന് കമന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ഞാൻ പ്രതികരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിലൊരു ഭാഗമായി പോയി. അപ്പൊ എനിക്ക് അതിനകത്ത് ഹേർട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല്, കുറച്ച് നാള് സൂപ്പർ വാവ, ഇപ്പൊ തൊപ്പി, ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ്. കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സൂപ്പർ വാവ ആയിക്കോട്ടെ, തൊപ്പി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഞങ്ങൾ എവിടെയും ഞങ്ങൾ ആരും തന്നെ നിങ്ങളോടൊത്തൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ലവർ ആണെന്നോ, ഇപ്പൊ തൊപ്പി എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ, വാവ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നോ, ഞങ്ങൾ ലവേഴ്സ് ആണെന്നോ ഞങ്ങൾ ആരും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. തൊപ്പി ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം തൊപ്പിയാണെങ്കിൽ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഓരോ ആൾക്കാരെയും കൊണ്ടുപോയി നടക്കണം കാണുമ്പോഴല്ലോ എനിക്ക് അത്ര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങളായിട്ട് എനിക്കിപ്പോ ലവറിനെ ഉണ്ടാക്കൂ, എന്റെ ലവറിനെ തേടി കണ്ടുപിടിക്കൂ, എന്റെ കല്യാണം നടത്തൂ, അതിന്റെ ഒന്നും ആവശ്യമില്ല. സമയമാകുമ്പോൾ എന്റെ വീട്ടുകാർ എനിക്കൊരാൾ കണ്ടുപിടിച്ചു തരും. അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആൾക്കാരെ ആരെയാന്ന് വെച്ചാൽ കല്യാണം വിളിക്കും. അത് നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യും. അപ്പോൾ അറിഞ്ഞാൽ പോലെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത് സോഷ്യൽ മീഡിയ ആണ്. ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വയം ഇങ്ങനെ കൊച്ചാവാൻ നിൽക്കല്ലേ. ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം ഷാജഹാന്റെ ഭാഗം പറഞ്ഞു, തൊപ്പിയുടെ ഭാഗം പറഞ്ഞു. അപ്പൊ നമുക്കിത് ഞാൻ എന്റെ ഭാഗവും പറഞ്ഞു. ഞങ്ങൾ 3 പേരാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഞങ്ങൾ 3 ആളും ഈ ഒരു കാര്യത്തിൽ വന്ന് സംസാരിച്ചു. ഇനിയും ആളുകൾ ഇത് റിയാക്ട് ചെയ്ത് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വെറുതെ എന്തിനാ? നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ ഉണ്ടല്ലോ. ഇത് കൂടുതൽ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മെഹറിൻ ഈ വിഷയത്തെ ലഘൂകരിച്ച്, കാരണം അവർ 3 പേരാണ് ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇവിടെ സോൾവ് ആവട്ടെ എന്നാണ് ആ കുട്ടി പറയുന്നത്. ഇത് വെറുതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ട് വെല്ലുവിളിച്ച് ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ വെല്ലുവിളിച്ച അവസാനം ഇത് ഒരു നേർ യുദ്ധത്തിലേക്കാണ് വരിക. അതിന്റെ ഒരു തെളിവാണ് ഈ തൊപ്പിയുടെ കൂടെയുള്ള ഒരു സിംഗിടി എന്ന് വേണമെങ്കിൽ പറയാം, പയ്യൻ. പുള്ളിക്കാരൻ ആ ലൈവ് സ്ട്രീം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷാനവാസ് ആയെയും ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലത്തെ ആളുകളെയൊക്കെ ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്.
ആ വീഡിയോ ഒന്ന് കണ്ടോ. അവനൊന്നും എനിക്ക് സംസാരിക്കാറുണ്ട്. അവന്റെ പേരെന്തോന്നാ? ഷാജഹാനാ. ഷാജഹാൻ കേൾക്കാനാണ് പറഞ്ഞത്. ഈ വീടിന്റെ വാതിലൊന്ന് തുറന്നിട്ടേക്ക്, ഇതിന്റെ പുറത്ത് ഞാൻ കാണും. മനസ്സിലായ? ഇന്ന് രാത്രി ഈ വീടിന്റെ വാതിൽ തുറന്നിട്ടേക്ക്, ഇതിന്റെ പുറത്ത് ഞാൻ കാണും. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ് നീ ഇതിന്റെ അകത്ത് കയറി നീ നോക്ക്. നീ എത്ര എണ്ണത്തിനാണെങ്കിലും ഉണ്ടാക്ക്. ഇവിടെ എറണാകുളം നമ്മൾ ആദ്യമായിട്ടൊന്നല്ല നമ്മളിവിടെ നിൽക്കണം. മനസ്സിലായ? നമുക്ക് ചെയ്യാൻ നീ പറയണതിന്റെ കൂട്ട് കുറെ മറ്റേ ഒട്ടാളെ കൂട്ട് വിളിച്ചിട്ട് നീ ആരെ പേടിപ്പെടുത്താ? ആ നിന്റെ വീട്ടില് നിന്റെ നന്ദയ്ക്ക് വിളിച്ചോളൂ. ഞാനാണെങ്കിൽ നിന്റെ തന്തയുടെ നന്ദയ്ക്ക് വിളിച്ചാല് കളിക്കുമ്പോ ഞാൻ ഇല്ലാതായി പോയി. തടിച്ചിട്ട് കാണുന്ന അവനാണ് റാംബോ. അവന്റെ ഒറിജിനൽ നെയിം വേറെ എന്തോ കസുകുസേന്. പക്ഷെ നമുക്കൊരു സെലിബ്രിറ്റിയുടെ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു ബിൽഡപ്പ് ഒക്കെ തോന്നണമെങ്കിൽ നമ്മള് ഒരു നല്ലൊരു പേരിടൂലേ, അതേപോലെ ഒരു പേരാണ് ഇപ്പൊ റാംബോ. ആളതിനുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആള് ജിംനേഷ്യത്തിൽ പോകുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരന്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ ജിംനേഷ്യത്തിൽ പോകുന്ന ആളുകളുടെ മാതിരിയൊന്നും തോന്നുന്നില്ല. അതിനെ കുറിച്ചിട്ട് ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കും. എനിക്ക് സപ്പോർട്ടുള്ള കുറച്ച് പേരുണ്ട്, അത് മതി. എനിക്ക് വേറെ ഒരാളെ ആവശ്യമില്ല. മനസ്സിലായോ? മരിക്കാൻ എനിക്കൊരു പേടിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മരിക്കാൻ എനിക്കൊരു പേടിയില്ല. ഓനിങ്ങനെ ലൈവില് വന്നിട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, റാംബോ വന്നോ, റാംബോ പട്ടി, റാംബോ അവിടുന്ന് പോയി ഇവിടുന്ന് പോയി, റാംബോ മറ്റേ ജിമ്മിൽ പോയിനു. ജിമ്മിൽ പോയ ഒരാളെ ശരീരമാണ് റാംബോ എന്റത്. പള്ളിയും കുണ്ടിയൊക്കെ എങ്ങനെ ആക്കിട്ട് ജിമ്മിൽ പോയ ഒരാളെ ശരീരമാണോടെ മാറി എന്റത്? ആണോ? ജാര ഈ പറയണത്? ജാരടെ പറഞ്ഞത് റാംബോ ഒരു പട്ടിനെയും കൊണ്ട് നിർത്തിക്കണോ? 10 പട്ടികളെ വെച്ചോ. ഇന്നെ തടയണമെന്നുണ്ടെങ്കിൽ 10 പട്ടികളെ വെക്കണം നീ. മനസ്സിലായിക്കോ കേട്ടോ? തൊപ്പി അനക്കുള്ള വെല്ലുവിളി. ഇതൊരു കോംബ്രയിൽ ഞാൻ അവസാനം. ഓക്കെ, കണ്ടല്ലോ. എനിക്കിതിൽ എന്റെ അഭിപ്രായം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സോഷ്യൽ മീഡിയ ആവുന്ന സമയത്ത് പരസ്പരം പോരും വഴക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല രീതിയിൽ എടുത്തിട്ട് കൂടുതൽ ഇത് വഷളാക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഈ ഷാനവാസ് പൈസന്റെ ഹുങ്ക് കൊണ്ടാണോ അദ്ദേഹം ഒരു പണക്കാരനാണ് എന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ടോട്ടോ. ഓക്കെ, പിന്നെ അതുകൊണ്ടാണോ ഇനി ഈ തൊപ്പി എന്ന് പറയുന്ന സെലിബ്രിറ്റി 4 ആൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മനഃപൂർവ്വം ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണോ ലോ എന്നൊക്കെ ചോദിച്ചാൽ അതും നമുക്കറിയില്ല. എന്തായിരുന്നാലും ഇത് കൂടുതൽ ഒരു വഷളാവാത്ത തരത്തിൽ ഒരു പോലീസ് കേസോ കാര്യങ്ങളോ ഒരു കത്തിക്കുത്തോ അടിയോ പിടിയോ ഒന്നും ആവാത്ത തരത്തിൽ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണം എന്നാണ് എനിക്കത് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ചാനലിലൂടെ നമ്മുടെ അഭിപ്രായം നമ്മൾ അറിയിക്കുകയാണ്. ഓക്കെ, ഇതിനൊരു അന്ത്യം കുറിക്കണം എന്നുള്ള ഒരു തരത്തിലാണ് വെല്ലുവിളികളോട് കൂടിയാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ടീമും മോശമൊന്നുമില്ല. പ്രൗഢിന്റെ കാര്യത്തിലും സാമ്പത്തികമായിട്ടും ആരും മോശമല്ല. പക്ഷെ ഇതൊന്നും ആവില്ല. ഇതൊക്കെ ഐറ്റം മാറി എന്തെങ്കിലും ചില കയ്യാങ്കളിയിലേക്ക് മാറി കഴിയുമ്പോൾ ഇത് ഐറ്റമൊക്കെ മാറിയിട്ട് തീരും. അപ്പൊ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് രേഖപ്പെടുത്തിയാലാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോസുമായി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.